ഓം നമോ നാരായണായ. ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അനന്തമായ ലീലകളിൽ ഭക്തനെ നെഞ്ചോട് ചേർക്കാൻ ഭഗവാൻ എടുത്ത ഏറ്റവും കരുത്തുറ്റ അവതാരം. തോളിലും തുരുമ്പിലും തന്റെ ഹരിയുണ്ടെന്ന് ഉറച്ചു വിശ്വസിച്ച പ്രഹ്ലാദൻ എന്ന കുരുന്നു ബാലന്റെ വിളികേട്ട് ആ വിശ്വാസത്തെ കാത്തുരക്ഷിക്കാൻ തൂണു പിളർന്നു വന്ന ആ യുഗപുരുഷൻ, കണ്ണുകളിൽ അഗ്നിയും ഹൃദയത്തിൽ കരുണയുമായ അധർമ്മത്തിന്റെ അഹങ്കാരത്തെ നഖമുനകളാൽ തകർത്തെറിഞ്ഞ ആ ഉഗ്രരൂപം ഭക്തർക്കെന്നും അഭയമേകുന്ന സൗമ്യഭാവമാണ്. ആ പുണ്യചൈതന്യം ഭൂമിയിലേക്ക് അവതരിച്ച ദിനം നരസിംഹ ജയന്തി. ഈ വർഷം ഏപ്രിൽ 30 ആ ചൈതന്യത്തെ നാം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ആവാഹിക്കുകയാണ്. ശത്രുദോഷങ്ങളും ഗ്രഹപ്പിഴകളും അകറ്റി ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും നിറയ്ക്കാൻ നരസിംഹമൂർത്തിയുടെ തൃപ്പാദങ്ങളിൽ എങ്ങനെ ശരണം പ്രാപിക്കണം, ഏതൊക്കെ വഴിപാടുകളിലൂടെ ഭഗവാനെ പ്രീതിപ്പെടുത്താം, ഭക്തിസാന്ദ്രമായ വിശേഷങ്ങളിലേക്ക് നമുക്കേവർക്കും സ്വാഗതം. അനന്തകോടി ബ്രഹ്മാണ്ഡ നായകനായ മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളിൽ ഏറ്റവും വിസ്മയകരമാണ് നരസിംഹ അവതാരം. ഭക്തിയും വിശ്വാസവും ഒത്തുചേർന്നാൽ ഈശ്വരൻ നമുക്കരികിലെത്താൻ നിമിഷ നേരം പോലും വേണ്ടതില്ല എന്നതിൻ്റെ വലിയ പാഠമാണിത്. ഹിരണ്യകശിപു എന്ന അഹങ്കാരിയായ അസുര രാജാവിന്റെ ചോദ്യത്തിന് മുന്നിൽ ഭയലേശമന്യേ എന്റെ ഹരി തൂണിലും തുരുമ്പിലുമുണ്ട് എന്ന് ഉറപ്പിച്ചു പറഞ്ഞ ആ കുരുന്നു പ്രഹ്ലാദന്റെ അചഞ്ചലമായ വിശ്വാസം, ഭാഗവതം സാക്ഷ്യം പറയുന്നത് പോലെ സത്യം വിധാതും നിജഭൃത്യഭാഷിതം, അതായത് തന്റെ ഭൃത്യനായ പ്രഹ്ലാദന്റെ വാക്കുകൾ സത്യമാണെന്ന ലോകത്തിന് കാട്ടിക്കൊടുക്കാൻ വേണ്ടി മാത്രം ഭഗവാൻ ആ കൽത്തൂണ് പിളർന്നു പുറത്തു വന്നു. മൃഗവുമല്ലാത്ത മനുഷ്യനുമല്ലാത്ത രാത്രിയുമല്ലാത്ത പകലുമല്ലാത്ത ആ സന്ധ്യാസമയത്ത് അധർമ്മത്തിന്റെ മാറു പിളർന്ന ഭക്തനെ നെഞ്ചോട് ചേർത്ത ആ മഹാകാരുണ്യം. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ചതുർത്ഥി ദിവസം സന്ധ്യാസമയത്താണ് ആ പുണ്യനിമിഷം സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ നരസിംഹ ജയന്തി നാളിൽ സന്ധ്യാസമയത്ത് നാം നടത്തുന്ന ഓരോ പ്രാർത്ഥനയും ഭഗവാൻ നേരിട്ട് കേൾക്കുമെന്നും നമ്മുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും ആ നഖമുനകളാൽ ഭഗവാൻ തകർത്തെറിയുമെന്നുമാണ് വിശ്വാസം. ഭഗവാൻ നരസിംഹമൂർത്തിയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്ന ഓരോ വഴിപാടും നമ്മുടെ ജീവിതത്തിലെ ഓരോ ദുരിതങ്ങൾക്കുള്ള പരിഹാരമാണ്. ഭക്തിയോടെ സമർപ്പിക്കുന്ന തുളസീദളം പോലും ഭഗവാന് പ്രിയങ്കരമാണ്. എങ്കിലും നരസിംഹ ജയന്തി നാളിൽ നാം പ്രത്യേകമായി ചെയ്യേണ്ട വഴിപാടുകൾ ഇവയാണ്. ആദ്യമായി പാനകം. ശർക്കരയും ചുക്കും കുരുമുളകും ഏലക്കയും ചേർത്തുണ്ടാക്കുന്ന ഈ മധുരപാനീയം ഭഗവാന്റെ ഉഗ്രതയെ ശമിപ്പിക്കാനാണ് സമർപ്പിക്കുന്നത്. തന്റെ പാനകപ്രിയനായ ഭഗവാന് ഇത് വഴിപാടായി നൽകിയാൽ നമ്മുടെ ജീവിതത്തിലെ ശത്രുദോഷങ്ങളും തടസ്സങ്ങളും നീങ്ങി മനസ്സിന് കുളിമയും ശാന്തിയും ലഭിക്കുമെന്നാണ് വിശ്വാസം. അടുത്തത് തുളസിമാല. പാപനാശകനായ വിഷ്ണു ഭഗവാന്റെ പ്രിയപ്പെട്ട തുളസിമാല ഭഗവാന്റെ കഴുത്തിൽ ചാർത്തുമ്പോൾ മനസാ വാച കർമ്മണ നാം ചെയ്തു പോയ എല്ലാ പാപങ്ങളും ആ പാദങ്ങളിൽ ദഹിച്ചു പോകുമെന്നും നമ്മുടെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടുമെന്നും ഭക്തർ വിശ്വസിക്കുന്നു. ജീവിതത്തിൽ ഇരുട്ട് നിറയുന്ന നിമിഷങ്ങളിൽ അകാരണമായ ഭയം വേട്ടയാടുമ്പോൾ ഭഗവാന് മുന്നിൽ ഒരു നെയ്വിളക്ക് തെളിയിച്ചു നോക്കൂ. ആ ദീപപ്രഭയിൽ നമ്മുടെ ഉത്കണ്ഠകളും തൊഴിൽ തടസ്സങ്ങളും നീങ്ങി ജീവിതത്തിൽ ഐശ്വര്യത്തിന്റെ വെളിച്ചം നിറയും. നരസിംഹ ക്ഷേത്രങ്ങളിൽ നെയ്വിളക്ക് തെളിയിച്ചു പ്രാർത്ഥിക്കുന്നത് അഭീഷ്ട സിദ്ധിക്ക് ഏറ്റവും ഉത്തമമാണ്. ഇനി വിട്ടുമാറാത്ത ദോഷങ്ങളും ആഭിചാര ദോഷങ്ങളും നമ്മെ വലയ്ക്കുന്നുണ്ടെങ്കിൽ ഭഗവാന് ചുവന്ന പട്ടും ചുവന്ന ഹാരവും സമർപ്പിക്കാം. ആ ചുവന്ന പട്ടുപോലെ ഭഗവാന്റെ സംരക്ഷണം ഒരു കവചമായി നമുക്ക് ചുറ്റും എപ്പോഴും ഉണ്ടാകാൻ ഇത് സഹായിക്കും. ഭക്തിയോടെയും വിശ്വാസത്തോടെയും സമർപ്പിക്കുന്ന ഈ വഴിപാടുകൾ ഭഗവാൻ തീർച്ചയായും സ്വീകരിക്കുകയും തന്റെ ഭക്തരെ കാത്തുരക്ഷിക്കുകയും ചെയ്യും. നരസിംഹ ജയന്തി നാളിലെ വ്രതാനുഷ്ഠാനം എന്നത് കേവലം ഒരു ഉപവാസമല്ല, മറിച്ച് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ആ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്ന പുണ്യകർമ്മമാണ്. പുരാണങ്ങൾ പറയുന്നത് 1000 ഏകാദശി വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നതിന് തുല്യമായ ഫലമാണ് ഈ ഒരൊറ്റ ദിവസത്തെ നരസിംഹ വ്രതത്തിലൂടെ ഭക്തന് ലഭിക്കുക എന്നാണ്. ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ ഉണർന്ന് ശരീരശുദ്ധി വരുത്തി മനസ്സിൽ ഭഗവാന്റെ ഉഗ്രരൂപം ധ്യാനിച്ചു വേണം വ്രതം ആരംഭിക്കാൻ. ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷര മന്ത്രത്താൽ അന്തരീക്ഷം മുഖരിതമാകട്ടെ. പകൽ സമയം മുഴുവൻ ഭഗവാന്റെ ലീലകളെ സ്മരിച്ച് ഉപവസിക്കുകയോ അല്ലെങ്കിൽ ഭഗവാനു പ്രിയപ്പെട്ട ഒരിക്കൽ, അതായത് അരിഭക്ഷണം പൂർണ്ണമായും ഒഴിവാക്കി ഗോതമ്പോ പഴങ്ങളോ കഴിച്ച് വ്രതമെടുക്കുകയോ ചെയ്യാം. സന്ധ്യാസമയമാണ് ഈ വ്രതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം. ഭഗവാൻ തൂണു പിളർന്ന് പുറത്തു വന്ന ആ ധന്യമുഹൂർത്തത്തിൽ ഭഗവാന് മുന്നിൽ തുളസി തീർത്ഥവും പാനകവുമോ ശർക്കര പായസമോ നിവേദിച്ച് ഭക്തിപൂർവം പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയിൽ നമ്മുടെ സങ്കടങ്ങളെല്ലാം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാം.
വ്രതമെടുക്കുന്നവർ രാത്രി ഉറക്കമിളച്ച് ഭഗവത് ചിന്തകളിൽ മുഴുകുന്നത് അതീവ ശ്രേഷ്ഠമാണ്. ഭാഗവതത്തിലെ പ്രഹ്ലാദ സ്തുതികൾ വായിക്കുന്നതോ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതോ ആയ സത്കർമ്മങ്ങളിലൂടെ രാത്രിയെ ധന്യമാക്കാം. ഇങ്ങനെ പൂർണ്ണമായ ഭക്തിയോടെ വ്രതമെടുക്കുന്ന ഭക്തനെ തന്റെ കുഞ്ഞു പ്രഹ്ലാദനെ കാത്തതുപോലെ ഭഗവാൻ എല്ലാ ആപത്തുകളിൽ നിന്നും സംരക്ഷിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. പ്രിയപ്പെട്ടവരെ, നരസിംഹാവതാരം എന്നത് കേവലം ഒരു പുരാണ കഥയല്ല. അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നടക്കേണ്ട ആ വലിയ മാറ്റത്തിന്റെ സന്ദേശമാണ്. നമ്മുടെ ഉള്ളിലെ അഹങ്കാരമാകുന്ന ഹിരണ്യകശിപുവിനെ നശിപ്പിച്ച് നിഷ്കളങ്കമായ ഭക്തിയാകുന്ന പ്രഹ്ലാദനെ കാത്തു സൂക്ഷിക്കാൻ ഈ നരസിംഹ ജയന്തി നമുക്കേവർക്കും പ്രചോദനമാകട്ടെ. വരുന്ന ഏപ്രിൽ 30 ഭക്തിയോടെയുള്ള പ്രാർത്ഥനകളിലൂടെയും വഴിപാടുകളിലൂടെയും ആ മഹാവിഷ്ണുവിന്റെ കരുണയ്ക്കായി നമുക്ക് കാത്തിരിക്കാം. ഭഗവാന്റെ നഖമുനകൾ നമ്മുടെ ദുരിതങ്ങളെ കീറിമുറിക്കട്ടെ. ആ തൃക്കണ്ണുകളിലെ അഗ്നി നമ്മുടെ പാപങ്ങളെ ദഹിപ്പിക്കട്ടെ. ഈ വീഡിയോ നിങ്ങളിൽ ചെറിയൊരു ഭക്തി ചൈതന്യമെങ്കിലും നിറച്ചുവെങ്കിൽ അത് മറ്റുള്ളവരിലേക്കും പങ്കുവെക്കുക. ഭഗവാന്റെ കഥകൾ കേൾക്കുന്നതും പറയുന്നതും വലിയൊരു പുണ്യമാണ്. ഇതുപോലുള്ള ആത്മീയ വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും എല്ലാം ആപത്തുകളിൽ നീങ്ങി ലക്ഷ്മി നരസിംഹമൂർത്തിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും നരസിംഹ ജയന്തിയുടെ മംഗളാശംസകൾ. ലോക സമസ്ത സുഖിനോ ഭവന്തു.